ഹരിയോ. ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതം സുഖലോലുപമായിരുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സ്വന്തം മക്കളുടെ അഹങ്കാരം കാരണം കുലം നശിക്കുന്നത് കാണേണ്ടി വന്ന പിതാവാണ് കൃഷ്ണൻ. ദ്വാരകയിലെ രാജകുമാരനായിരുന്നു കൃഷ്ണൻ്റെ മകൻ സാമ്പൻ. ഞാൻ ഭഗവാന്റെ മകനാണ്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അഹങ്കാരം അവനുണ്ടായിരുന്നു. ഒരിക്കൽ സാമ്പനും കൂട്ടരും വിശ്വാമിത്രൻ ഉൾപ്പെടെയുള്ള മഹർഷിമാരെ കളിയാക്കാൻ തീരുമാനിച്ചു. സാമ്പൻ ഒരു ഗർഭിണിയെ പോലെ വേഷം കെട്ടി ഋഷിമാരുടെ അടുത്ത് എന്ന് ചോദിച്ചു, ഇവൾ പ്രസവിക്കുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന്. കോപാകുലരായ ഋഷിമാർ സത്യം തിരിച്ചറിഞ്ഞു. അവർ ശപിച്ചു, ഇവൻ പ്രസവിക്കുന്നത് ഒരു ഇരുമ്പ് ഉലക്കയായിരിക്കും, അത് നിന്റെ വംശത്തെ മുഴുവൻ നശിപ്പിക്കും. ആ ശാപം സത്യമായി. സാമ്പൻ പ്രസവിച്ച ഇരുമ്പുലക്കയിൽ നിന്നാണ് പിന്നീട് യാദവ വംശം മുഴുവനും തമ്മിലടിച്ച് നശിച്ചത്. സ്വന്തം മകനായിട്ട് കൂടി ആ വിധിയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണൻ ശ്രമിച്ചില്ല. തെറ്റിൻ്റെ ഫലം അനുഭവിച്ചു തന്നെ തീരണം എന്ന് ഭഗവാൻ കാണിച്ചു തന്നു. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. നമ്മുടെ ചുറ്റും നോക്കൂ. എൻ്റെ അച്ഛൻ ആരാണ് നിനക്കറിയാമോ? ഡു യു നോ ഹൂ മൈ ഫാദർ ഈസ് എന്ന് ചോദിക്കുന്ന എത്രയോ ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നു. സ്വന്തമായി ഒന്നും നേടിയില്ലെങ്കിലും കുടുംബത്തിലെ മാതാപിതാക്കളുടെ പേരിൽ അഹങ്കരിക്കുന്നവർ. ഇതാണ് സാമ്പൻ്റെ അഹങ്കാരം. രക്ഷിതാക്കൾക്കുള്ള ഉപദേശം: നമ്മൾ മക്കളെ സ്നേഹിക്കണം, പക്ഷേ സാമ്പനെ പോലെ വളർത്തരുത്. അവർ ചെയ്ത ചെറിയ തെറ്റുകളെ അവൻ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ നമ്മൾ അവരെ നാശത്തിലേക്ക് വിടുകയാണ്. തെറ്റിൻ്റെ ഫലം അനുഭവിക്കാൻ അവരെ അനുവദിക്കണം. അല്ലെങ്കിൽ ആ തെറ്റുകൾ നാളെ വളർന്ന് ഒരു ഇരുമ്പിലൊക്കെയായി മാറി അവരെ തന്നെ നശിപ്പിക്കും. ഓർക്കുക, അച്ഛൻ്റെ പണമോ പ്രതാപമോ ഉണ്ടെങ്കിൽ എന്തും ആവാം എന്ന് കരുതരുത്. സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ മകന് പോലും കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളാര്? വിനയമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഹരിയോ.